എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ് യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സമൂഹത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടീനെ കുറിച്ചും, പിന്നെ എന്തെങ്കിലും സമൂഹത്തിൽ മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാനും വേണ്ടി റീൽസ് ഡെയിലി ഒന്നോ രണ്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് നല്ല റെസ്പോൺസും ഉണ്ട്. ഒരുവിധം എല്ലാവരും കാണുന്നുണ്ട്, നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മോശം പറയുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മൾ അവരോട് തല്ലിവിടാൻ പോയി കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തും വേണമെങ്കിൽ പറയട്ടെ, നമ്മളുടെ മോശം പറയുന്നത് നമുക്കൊരാവശ്യമാണ്. അപ്പോഴൊന്നും നമുക്ക് എനർജിയും കാര്യങ്ങളും, നമുക്ക് നെഗറ്റീവ്സ് നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആകാനും ആരോഗ്യവൽക്കരിക്കാനും നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയാക്കാനും നമ്മൾ ശ്രമിക്കും. നമുക്ക് എപ്പോഴും ശത്രുക്കളും വേണം. ശത്രുക്കൾ ഇപ്പോൾ കച്ചവടമായാലും കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ ഉണ്ടായാലും അത് സക്സസ്സിലേക്ക് പോകുള്ളൂ. ഒരാൾ മാത്രം കച്ചവടം ചെയ്യുക, ഒരാൾ മാത്രം ഭയങ്കര പോപ്പുലർ ആവുമെന്ന് വിചാരിച്ചാൽ നടപടിയാവില്ല. അപ്പോൾ എല്ലാവർക്കും ആവണം, എല്ലാവർക്കും നന്നാവണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് വശം ഉണ്ടാവും. ഒരു പോസിറ്റീവ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഒരു പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്, മഴയുണ്ടെങ്കിൽ വെളിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് സമൂഹത്തിൽ മാന്യമായ രീതിയിൽ മാന്യത കിട്ടുന്നില്ലെങ്കിൽ, നമുക്ക് പബ്ലിക് പ്ലേസിൽ നമുക്ക് ഈക്വൽ സ്റ്റാറ്റസ് എല്ലാവർക്കും കിട്ടുന്ന പ്ലേസുകളിൽ നമ്മൾക്ക് പോകുമ്പോൾ നമ്മൾ ഒരു രീതിയിൽ കളിയാക്കുക, അല്ലെങ്കിൽ ചിരിക്കുക, അല്ലെങ്കിൽ നമ്മളെ വളരെ ചെറുതാക്കി കാണുന്ന രീതിയിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കാൻ പോകുന്നതിൽ ആദ്യത്തെ കാലഘട്ടത്തിൽ ഞാൻ പ്രതികരണമായിരുന്നു എൻ്റെ പരിപാടി. ഞാനത് നിർത്തി. ഞാൻ പ്രതികരിക്കാൻ പോകുന്നില്ല. നമ്മളിഷ്ടപ്പെടാത്ത, നമ്മൾ വരുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത ഒരു ഗ്യാങ്ങിൻ്റെ ഉള്ളിലേക്ക് ഞാനായിട്ട് ഒറ്റപ്പെട്ട് പോകുന്നതിലും നല്ലത് ഞാൻ അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഗ്യാങ്ങിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. എനിക്കൊരു പരിധി വരെ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആരോടും എനിക്ക് പരിഭവമില്ല. അങ്ങനെയുള്ള നമുക്ക് കോമ്പറ്റീഷൻ ആൾക്കാർ വരുമ്പോൾ നമ്മൾ കൂടുതൽ സക്സസ്സിലേക്ക് പോകാൻ ശ്രമിക്കും. അതിനുള്ള ഒരു ഉദാഹരണം തന്നെ എനിക്ക് പറ്റിയത്. ഞാൻ അങ്ങനെയുള്ള ഗ്യാങ്ങുകളിലൊക്കെ വളരെ സജീവമായിരുന്നു. എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കുക. അപ്പോൾ എനിക്ക് ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നെഗറ്റീവ് വൽക്കരിക്കാനും അതിനെ മോശമായി കാണാനും എന്നെ സമൂഹത്തിൽ ചെറുതാക്കി താറടിക്ക് കാണിക്കാനും ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ഇടയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നല്ലത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആർക്കും ഒരു ശല്യമില്ലാണ്ട് ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ലാന്ന് അവരൊറ്റപ്പെടുത്തിക്കൊണ്ട് തെളിയിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നും. ഇപ്പോൾ പ്രതികരിക്കുന്ന രീതി നമ്മൾ ചേഞ്ച് ചെയ്യുക. തല്ലൂടാൻ പോകണ്ട. തല്ലൂട്ടം ഒരു പരിഹാരമല്ല. ഫൈറ്റിങ് ഒരിക്കലും നല്ലതല്ല. അപ്പോൾ നമ്മൾ സമാധാനപരമായി വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ ആഗ്രഹിക്കാത്ത, നമ്മളെ ഇഷ്ടപ്പെടാത്ത, നമ്മളെ വില വയ്ക്കാത്ത ഒരു സമൂഹത്തിൽ നമ്മൾ സമയം കളയുന്നതിലും നല്ലത് നമ്മളിപ്പുറത്തേക്ക് തിരിച്ചു വന്ന് നമ്മുടേതായ ലൈഫ് ജീവിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അനുഭവമാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. നന്ദി, നമസ്കാരം, താങ്ക് യു.